നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വയനാട് എന്തൊരു കാപഢ്യമാണ്. എന്നാണിത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ വെള്ളമില്ല, കറണ്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നിപ്പോൾ പറയുന്നത്. ഉള്ളതൊരു ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോർച്ച പരിശോധിക്കേണ്ട ആൾ മന്ത്രിയല്ല, മന്ത്രിയുടെ ജോലിയല്ല അത്. മന്ത്രി എന്താ എക്സ്പേർട്ടാണ് ചോർച്ച പരിശോധിക്കാൻ? ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയർമാരാണ്, ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത്. ആ ചോർച്ച പരിശോധിക്കണം. ഇപ്പോഴും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ വാർത്തയിട്ട് ആള് പുറത്തു വരുന്നത്. കുറച്ച് ദിവസമായിട്ട് ഒരു ചെത്തവും ചൂരില്ലായിരുന്നു. ആ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വോട്ടൊക്കെ പെട്ടിയിലാക്കി, ആ പെട്ടികളൊക്കെ സ്ട്രോങ് റൂമിലാക്കി പോലീസുകാരിങ്ങനെ കാവൽ നിൽക്കുകയാണല്ലോ. എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലെന്ന് അറിയണമെങ്കിൽ 4-ാം തീയതി ആവണം. അതോടുകൂടി നമ്മുടെ സതീശൻ സാറിൻ്റെ ഒരു വിവരമില്ലായിരുന്നു. എവിടെ പോയി അദ്ദേഹം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദിവസവും വന്നിട്ട് പത്രലേഖകരെയൊക്കെ കണ്ട്, അല്ലെങ്കിൽ പത്രപ്രവർത്തകരോടും മാധ്യമങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകെ ഒരു ജഗപുകയാക്കിയിട്ട് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതപ്പോൾ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ വീടിൻ്റെ മേൽക്കൂരയിൽ ഭയങ്കര വിള്ളലത്രേ, ഭയങ്കര ചോർച്ചയാണത്രേ. അതും ആ ഒരു വേനൽ മഴ പെയ്തപ്പോഴേക്ക് തന്നെ ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ നിലയിലായിരിക്കുന്നു എന്നൊക്കെയാണ്. അത് മന്ത്രി പോയിട്ട് മാന്തി നോക്കി എന്ന് കളിയാക്കുന്ന ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടത്. അല്ല സതീശൻ സാറേ എവിടെയായിരുന്നു? UDF-ന് തിളക്കമാർന്ന വിജയം ലഭിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ അദ്ദേഹം വനവാസത്തിലേക്ക് പോയിരിക്കുകയാണ്. UDF-ന് തിളക്കമാർന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അത് വാക്കല്ലേ, ഞാൻ കേരളത്തിലെ ജനങ്ങളോടുകൂടി പറഞ്ഞേക്കണ വാക്കാണ്. നിങ്ങളെ കണ്ടിട്ടേ പോകുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പത്രസമ്മേളനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇങ്ങനെ പറഞ്ഞത്. ഇത് ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ ഇന്ന് VD സതീശൻ വനവാസത്തിൽ പോയി. പക്ഷേ വനത്തിലേക്കല്ല. വാഗമണ്ണിൽ VD സതീശൻ ഉദ്ഘാടനം ചെയ്ത റിസോർട്ടിന്റെ പേരാണ് വനവാസം. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു ഉദ്ഘാടനം. മാധ്യമങ്ങളെ അറിയിക്കാതെയായിരുന്നു പ്രതിപക്ഷ നേതാവ് റിസോർട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത്. വനത്തിലാണ്, വനവാസത്തിലല്ല എന്ന അടിക്കുറിപ്പോടെ VD സതീശൻ പരുന്തുംപാറയിൽ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. കേട്ട വാർത്ത ശരിയാണല്ലേ സതീശൻ സാറേ? ഈ വനവാസം എന്നുള്ള ഒരു യോഗം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്ന് മനസ്സിൽ കരുതി കാണൂല്ലേ? എന്തായാലും ഗംഭീരായി. ആ യോഗം അങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്ന് നമുക്ക് സമാധാനിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നിയോഗമായിരിക്കാം ഈ വനവാസം എന്ന് പേരിട്ട ഒരു റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങേക്ക് കിട്ടി എന്നുള്ളത്. ഒരു പക്ഷേ അത് നിയോഗം തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഈ എന്താ പറയേണ്ടത്, കുറുക്കി കൊള്ളുക, അച്ചട്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നില്ലേ? അങ്ങനെ സംഭവിച്ചതായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു യോഗം ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ വരാനുള്ള യോഗം നമുക്ക് വഴിയിൽ തടുക്കാൻ പറ്റില്ലോ. അതെന്തായാലും മെയ് 4-ാം തീയതി നമുക്ക് അറിയാം. എന്തായാലും പറഞ്ഞിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു അവസാനത്തെ പത്രസമ്മേളനമാവുന്നൊന്നും കടുങ്കയൊന്നും പറഞ്ഞു പോകല്ലേ. അങ്ങനെ ഒരു രാഷ്ട്രീയ വനവാസത്തിന് വിടാനായിട്ട് ഗോവിന്ദ മാഷ് സമ്മതിക്കില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടാകണമെന്ന് നമ്മുടെ ഗോവിന്ദ മാഷക്ക് അത് വലിയ ആശയുണ്ടത്രേ. അതെന്തായാലും നമുക്ക് 4-ാം തീയതി അതിലൊരു തീരുമാനമാവുമല്ലോ. ആയിക്കോട്ടെ, നമുക്ക് ഈ വയനാട് വിഷയത്തിലേക്ക് എന്തായാലും സാറിങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇപ്പം ഞങ്ങൾ രാഹുൽ ഗാന്ധി കല്ലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പണി തുടങ്ങിയില്ല എന്നാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം. കല്ലിട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് പണി തുടങ്ങിയില്ല എന്നുള്ളതൊന്നും ആയിരുന്നില്ല കംപ്ലൈൻറ്റ്. എൻ്റെ സതീശൻ സാറ് ഓർക്കണില്ലേ? നമ്മുടെ ഡൽഹിയിൽ നിന്ന് ആങ്ങളും പെങ്ങളും കൂടെ വന്നിട്ട് ഇവിടെ വലിയ മാമാങ്കമായിട്ട് നമ്മൾ എത്ര ആയിരങ്ങളാണ് പങ്കെടുത്തത് ആ ചടങ്ങിന്, കല്ലിട ചടങ്ങിൽ. ഓർക്കുന്നില്ലേ? എന്തൊരു ജനക്കൂട്ടമായിരുന്നു. നമ്മൾ ഓർക്കണില്ലേ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്? അവർ ഡൽഹിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ആങ്ങളെയും പെങ്ങളും സൗന്ദര്യപ്പണക്കത്തിലായിരുന്നു അത്രേ. കണ്ടാൽ മിണ്ടില്ലായിരുന്നു. അവരിങ്ങോട്ട് വയനാട്ടിലേക്ക് എത്തി. എന്തിനെ ഫ്ലൈറ്റിൽ വെച്ചപ്പോൾ പോലും മുഖം വീർപ്പിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധി എന്നാണ് പറയണത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വയനാട്ടിലെ ജനങ്ങളുടെ, കേരളത്തിലെ ഈ ജനങ്ങളുടെ ആ സ്നേഹപ്രകടനം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും രമ്യതയിലെത്തിയത്രേ, ആ സ്നേഹത്തിലെത്തിയത്രേ. അത്രത്തോളം കരുത്തുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആ സ്നേഹത്തിന് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ കോരിത്തരിച്ചിരുന്നില്ലേ നമ്മൾ? അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചിട്ടുള്ളത്? അവിടെ വീടൊക്കെ വേഗം പണി തുടങ്ങുന്നല്ലേ?
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസം 1.5 ആയില്ലേ എന്ന് മാത്രമല്ല, സതീശൻ സാറിനോട് തന്നെ പത്രലേഖകരൊക്കെ ചോദിച്ചപ്പോൾ അവിടെ പണി തുടങ്ങി, നിങ്ങൾ പോയി നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ പലരും പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല എന്ന് കണ്ടപ്പോഴല്ലേ ഈ DYFI സഖാക്കളൊരു കുടിലൊക്കെ കെട്ടിയിട്ട് അവിടെ മുന്നിൽ സമരം തുടങ്ങിയത്. അപ്പോൾ സാർ തന്നെയല്ലേ അവരടിച്ചു ഓടിക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് വലിയ വിഷമായി. അപ്പോഴാണ് സ്വരാജ് എന്ത് പറഞ്ഞത്, ശവം തൂക്കികൾ എന്ന് പറഞ്ഞത്. അത് നല്ല തോതിൽ ഏറ്റുമോ എന്നൊരു സംശയം നമുക്കുണ്ടായിരുന്നല്ലോ ഇലക്ഷൻ കാലത്ത്. അത് കാരണം നമുക്കെങ്ങാനും തോൽവി സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്കയിൽ റിപ്പോർട്ടർ TVയിലെ സ്മൃതി പരുത്തിക്കാട് വരെ നമ്മുടെ നേതാക്കൾ പോലും പലപ്പോഴും പറയാൻ പഠിക്കുന്ന രീതിയിൽ പ്രതികരിച്ചതുകൊണ്ട് സൈബർ അറ്റാക്ക് നേരിട്ടിരിക്കുന്ന ഒരു സമയത്താണ് നമുക്കൊരു ലോട്ടറി അടിച്ചതുപോലെ അങ്ങ് ഈ സർക്കാർ പണിത വീടുകളിലൊക്കെ മേൽക്കൂരയിൽ ഒരു ഭയങ്കര വിള്ളൽ കണ്ടെത്തിയ ഒരു ഗംഭീര വാർത്ത നമുക്ക് കിട്ടിയത്. വെച്ച് പിടിപ്പിച്ചു നമ്മളങ്ങോട്ട്. അവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ, അവിടെ മന്ത്രി ഇരുന്ന് മാന്തുകയാണ് ചോർച്ചയുണ്ടോ നോക്കാനായിട്ട്. ഇതിൽ പരം ഒരു സുവർണാവസരം നമുക്ക് കിട്ടാനുണ്ടോ? പക്ഷെ എന്താണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്താലും സംഗതി പെട്ടിയിലായി പോയില്ലേ. എന്നാലും കാര്യങ്ങൾ നമുക്ക് വെറുതെ വിടാവോ? ആ ബാക്കി കാര്യങ്ങളും കൂടെ സാർ അറിഞ്ഞോടത്തോളം പറയൂ സാറേ. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്ന ഉദ്ഘാടനം. പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി പിറ്റേ ദിവസം താക്കോൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എത്ര ദിവസമായി ഉദ്ഘാടനം നടത്തിയിട്ട്? ഉദ്ഘാടനം നടത്തിയത് തന്നെ കാപട്യമാണ്. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പോൾ ഒരാൾക്ക് പോലും അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് പതുക്കെ പറ എൻ്റെ സതീശൻ സാറേ, ഇത് തന്നെയല്ലേ നമ്മുടെ പാർട്ടി നടത്തിയത്? തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വലിയ ആഘോഷപൂർവ്വം ഒരു കല്ലിടൽ കർമ്മം നമ്മൾ നടത്തിയില്ലേ? എന്നിട്ട് വീട് വയ്ക്കാൻ പറ്റിയോ? വീട് പണി തുടങ്ങാൻ പറ്റിയോ? ആ ചോദ്യങ്ങളല്ലേ നമ്മുടെ സണ്ണി സാർ അവസാനം പറയേണ്ടി വന്ന്, ഞങ്ങൾക്ക് പിരിച്ച പൈസ കൊണ്ട് സ്ഥലം വാങ്ങാൻ പോലും തികയില്ല എന്ന് പറയേണ്ടി വന്നില്ലേ? അതല്ലേ ശവം തൂക്കികൾ എന്നുള്ള പേര് നമുക്ക് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ പോയിട്ട് മാന്തിയതിൽ പുണ്ണാക്കണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. സർക്കാർ പണിത ടൗൺഷിപ്പിൽ അവരേതായാലും വീടൊക്കെ പണിതിട്ടുണ്ടല്ലോ, അതിലൊരു വിള്ളൽ കണ്ടു എന്നല്ലേ ഉള്ളൂ. അതൊക്കെ പരിഹരിക്കാവുന്ന ടെക്നോളജി ഉള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് വളർന്നിട്ടില്ലേ? അതൊക്കെ പരിഹരിക്കാം, വിള്ളലൊക്കെ അടയ്ക്കാൻ പറ്റും. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കാര്യം അതല്ലല്ലോ. നമുക്കൊരു തറപ്പണിയോ അതിൻ്റെ മേലൊരു ചുമരോ അവിടെ ഒരു ജനലോ അല്ലെങ്കിൽ മേൽക്കൂരയോ ഒന്നും ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവരെ വിമർശിക്കാൻ പോവുകയാണെങ്കിൽ നാട്ടുകാർ നമുക്ക് പിന്തുണ നൽകുമായിരുന്നു. ഇതവർ മൂക്കത്ത് വിരൽ വെച്ചിട്ട് അയ്യയ്യേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് തൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കുന്നതല്ലേ ഭംഗി. എന്തായാലും എല്ലാവർക്കും സൽബുദ്ധി ഉദിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.